ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സർപ്രൈസ് കൊളാവാൻ ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഓർത്ത് സർപ്രൈസ് കൊളാവാണെങ്കിൽ തന്നെ അത് ബസ് കിട്ടാണ്ടായി നമ്മൾ അവിടെ ലേറ്റ് ആയി പോയി അങ്ങനെയായിരിക്കും കൊളാവണേന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തെറ്റി. ഓടിപ്പെടഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ബസ് അവിടെ കിടക്കണ കണ്ടേ. ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചേ, ആ ബസ് ഒന്നാരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നെങ്കിലോ എന്ന്. അപ്പോഴല്ലേ ദൈവദൂതനെ പോലെ ഒരു അബാവ ഡ്രൈവറിന്റെ അടുത്ത് വഴിയും ചോദിച്ചു നിക്കണം. ഏത് നമ്മുടെ ബസ് ഡ്രൈവറിന്റെ അടുത്തേ. പാവത്തിന്റെ വഴി തെറ്റിയതാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ആ അമ്മാമ്മ നിന്നുകൊണ്ട് എനിക്ക് ആ ബസ് കിട്ടി. അമ്മാമ്മയ്ക്ക് റൈറ്റ് ആയിട്ടുള്ള വഴി ഡ്രൈവറും പറഞ്ഞു കൊടുത്തു. അമ്മാമ്മയും ഹാപ്പി, ഞാനും ഹാപ്പി. ഇനി എന്റെ വഴിയില് വേറൊരു തടസ്സവും ഉണ്ടാവില്ല, സർപ്രൈസ് നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കണേ. ഓൾറെഡി 1 മണി ആവാറായിരുന്നു. ഞാൻ ഓർത്തു എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടെന്ന്. ബട്ട് അവൻ അപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുഡ് കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ പുറത്ത് റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനായിരുന്നു പ്ലാൻ. യൂഷ്വലി ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പോ എന്നെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ആ പതിവ് തെറ്റിക്കാതെ തന്നെ ഇന്നും എന്നെ വീഡിയോ കോൾ ചെയ്തു. എനിക്ക് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ ബസ്സിലല്ലേ. ലാസ്റ്റ് ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് പറയേണ്ട വന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴും കക്ഷിക്ക് അറിയാൻ പാടില്ല ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടാണ് വരണേന്ന്. ഞാൻ അവിടുന്ന് ബസ് ഇറങ്ങി. അവിടുന്ന് ഒരു 12 മിനിറ്റ് വാക്ക് ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ കഥാനായകനെത്തിപ്പോയി. വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാം, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടാ. അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ എന്തോ കാണിച്ചുണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് തന്നെ അതത്ര അടിപൊളി ആയിരിക്കോ, പൊന്നിനത് ഇഷ്ടപ്പെടോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് എപ്പത്തേനും പോലെ എനിക്ക് നല്ല അടിപൊളി റിവ്യൂ ഒക്കെ തന്നു. അല്ലെങ്കിൽ ആർക്കാണ് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടാത്ത? എനിക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ നിറച്ച് ഞങ്ങൾ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂവൊക്കെ ഞാൻ എടുത്ത് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ നടന്ന് എന്നെ ബസ് സ്റ്റോപ്പിലും കൊണ്ടാതാക്കി അവൻ തിരിച്ചുപോയി. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ പറയാൻ പഠിക്കണ്ടാന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് സ്റ്റോക്ക് സ്ട്രീറ്റ്. ബൈ.